ചില കണക്കുകളിലേക്ക് കൂടി നമുക്ക് വരാം. ആന്ധ്രാപ്രദേശിൽ ആർക്കായിരിക്കും ഇക്കുറി കാര്യങ്ങൾ എളുപ്പമാവുക? മെയ് 13-നാണ് വോട്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ പോകാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ്. മെയ് 13-ന് നടക്കുന്ന വോട്ടെടുപ്പിൽ 25 ലോക്സഭാ സീറ്റുകൾ തെക്ക് പിടിക്കുക എന്നുള്ള NDAയുടെ വലിയ ലക്ഷ്യത്തിൽ ആന്ധ്രാപ്രദേശ് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് അവിടെ ഇപ്പോൾ സീറ്റ് ഡിവിഷൻ നടത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ഇത്തവണ മത്സര രംഗത്തേക്ക് വരുമ്പോൾ NDA സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത് TDP 17, BJP 6, JSP 2 എന്നിങ്ങനെയാണ്. ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിലാണ് ആന്ധ്രയിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. അതിന് കാരണം YS ശർമ്മിളയുടെ സാന്നിധ്യമാണ്. നേരത്തെ കണ്ട റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 23 സീറ്റുകളിൽ മത്സരിക്കാനിറങ്ങുന്നു CPIM-ഉം CPI-യും ഓരോ സീറ്റ് വീതവും. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഈ സീറ്റുകൾ വിധി നിർണയിച്ചത് എന്നതുകൂടി പറയണം. TDP-യുമായുള്ള സഖ്യം അത് പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഇക്കുറി NDA തയ്യാറായതിന്റെ പ്രധാനപ്പെട്ട കാരണം 2014-ലെ കണക്കാണ്. 2014-ൽ TDP-ക്ക് 15 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. YSRCP-ക്ക് 8, BJP-ക്ക് 2, കോൺഗ്രസ് സംപൂജ്യരായി മാറിയ തെരഞ്ഞെടുപ്പായിരുന്നു 2014-ൽ നമ്മൾ കണ്ടത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ചിത്രം മാറുകയാണ്. അവിടെ BJP-യുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു. 2018-ൽ സഖ്യം പിരിഞ്ഞതിന്റെ വേദന അവർക്ക് അനുഭവിക്കേണ്ടി വന്നതാണ് ആന്ധ്രാപ്രദേശിൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. YSRCP 22 സീറ്റിലേക്ക് ഉയരുകയാണ്. അതായത് ഒരു അപ്രമാദിത്വത്തിലേക്ക് എത്തുകയാണ് YSRCP. TDP 3-ലേക്ക് ചുരുങ്ങുന്നു. BJP-ക്ക് സീറ്റൊന്നുമില്ല, കോൺഗ്രസിനും സീറ്റൊന്നുമില്ല. അതിനുശേഷമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇക്കാര്യം അപഗ്രഥിക്കുമ്പോൾ ആ തകർച്ചയുടെ ആഴം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. 175 സീറ്റുകളുള്ള ആന്ധ്ര നിയമസഭയിൽ 151 സീറ്റും നേടിയാണ് ജഗന്റെ പാർട്ടി അധികാരത്തിലിരിക്കുന്നത്. YSRCP-ക്ക് 151 സീറ്റുകൾ, TDP-ക്ക് 23 സീറ്റുകൾ. നിയമസഭയിലും BJP-ക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കോൺഗ്രസും സംപൂജ്യരായിരുന്നു. വോട്ട് വിഹിതത്തിലെ ശോഷണം അതുകൂടി പരിശോധിക്കുമ്പോൾ കണക്കുകൾ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. 2014-ലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TDP-യുടെ വോട്ട് വിഹിതം 40.8%. YSRCP-യുടേത് 45.7%. അതായത് സീറ്റെണ്ണം കുറവാണെങ്കിലും വോട്ട് കൂടുതൽ TDP-ക്കായിരുന്നു. BJP-ക്ക് 7.2% വോട്ടുകളുണ്ടായിരുന്നു. കോൺഗ്രസിനും 2.9% വോട്ടുകളുണ്ടായിരുന്നു 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2019-ലേക്ക് വരുമ്പോൾ വോട്ട് വിഹിതത്തിൽ കാര്യമായ വ്യതിയാനം TDP-ക്കും YSRCP-ക്കും ഇടയിൽ വരുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. TDP-ക്ക് സീറ്റെണ്ണം കുറഞ്ഞെങ്കിലും വോട്ട് വിഹിതം ഇൻടാക്റ്റായി അവിടെ തന്നെയുണ്ട്. 40.2% വോട്ടുകൾ TDP-ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. YSRCP-യുടേത് 50-നടുത്താണ്, 49.9% എന്നുള്ളതാണ് കറന്റ് ഹോൾഡിംഗ്. BJP-ക്ക് സീറ്റ് എണ്ണം ഇല്ലാതായി എന്നത് മാത്രമല്ല വോട്ട് വിഹിതവും കുറഞ്ഞു. 1%-ലേക്ക് താണു BJP-യുടെ വോട്ട് വിഹിതം ആന്ധ്രാപ്രദേശിൽ. കോൺഗ്രസിന്റേത് 1.3%-ൽ നിൽക്കുകയാണ് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. വലിയ വ്യത്യാസം ഒന്നുമേയില്ല. TDP-ക്ക് 40 എന്നുള്ളത് 39.7%. YSRCP-ക്ക് ലോക്സഭയിൽ 50-നോട് അടുത്തായിരുന്നെങ്കിൽ നിയമസഭയിൽ അത് 50.6%. BJP-യുടെയും കോൺഗ്രസിന്റെയും വോട്ട് വിഹിതത്തെക്കുറിച്ച് അവിടെ പറയേണ്ട, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇത്തവണ എന്താകും കാര്യങ്ങൾ? 2024-ൽ സഖ്യം പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ കരുത്തോടെയാണ് അവിടെ NDA മത്സര രംഗത്തേക്ക് വരുന്നത്. 25-ഉം കിട്ടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അഭിപ്രായ സർവേ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ABP ന്യൂസ് സി വോട്ടർ സർവേ അനുസരിച്ച് TDP-യും BJP-യും ചേർന്ന് അവിടെ 20 സീറ്റ് വരെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. YSRCP-ക്ക് ബാക്കിയുള്ള 5 സീറ്റുകളും കിട്ടുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇന്ത്യ മുന്നണിക്ക് ABP ന്യൂസ് സി വോട്ടർ സർവേ ഒരു സീറ്റ് പോലും പ്രവചിക്കുന്നില്ല. അതായത് കോൺഗ്രസ്, CPI, CPIM എന്നിവർ ചേർന്ന് മത്സരിക്കുന്ന ആന്ധ്രയിൽ അവിടെ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സർവേ ഫലം. രണ്ടാമത്തെ സർവേ ഫലം ഇന്ത്യ TV CNX ടീമിൻ്റെതാണ്. അതിൽ TDP-യും BJP-യും ചേർന്ന് സഖ്യത്തിന് 15 സീറ്റ് വരെ കിട്ടും. YSRCP-ക്ക് 10 സീറ്റ് വരെ കിട്ടുമെന്ന് പറയുന്നു. അവരും ഇന്ത്യ മുന്നണിക്ക് ആന്ധ്രയിൽ ഒരു സീറ്റ് പോലും പ്രവചിക്കുന്നില്ല. അടുത്ത ഒരു സർവേ ഫലം കൂടിയുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശിലെ പ്രീ പോൾ സർവേ അനുസരിച്ച് 25-ൽ എത്ര വീതം ഓരോരുത്തർക്കും. ന്യൂസ് 18-ന്റെ അഭിപ്രായ സർവേ അനുസരിച്ചുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ TDP-ക്കും BJP-ക്കും ചേർന്ന് 18 സീറ്റ് വരെ കിട്ടാം എന്നാണ് പ്രവചനം. YSRCP-ക്ക് 7 സീറ്റ്. അവരും പറയുന്നു ഇന്ത്യ മുന്നണി ഇക്കുറി സീറ്റൊന്നും നേടുകയില്ല എന്ന്. ടൈംസ് നൗ ETG ഗ്രൂപ്പ് അവർ കഴിഞ്ഞ ഡിസംബറിൽ ഇറക്കിയ അഭിപ്രായ സർവേ അനുസരിച്ച് അത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കണക്കാണ്. അതിൽ YSRCP തന്നെ മുഴുവൻ തൂത്തുവാരുമെന്നാണ് പറയുന്നത്. 24 മുതൽ 25 വരെ
സീറ്റുകൾ YSRCP നേടുമെന്നാണ് പറയുന്നത്. TDP ഒരു സീറ്റ് പരമാവധി നേടാം, ഒന്നും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. BJPക്കും സീറ്റ് കിട്ടില്ല എന്ന് പ്രവചിക്കുന്നു. അവിടെ ഇത് സഖ്യത്തിലാകുന്നതിന് മുമ്പുള്ള കണക്കാണ് എന്നതുകൂടി പറയാം. ഡിസംബർ 2023 കണക്കാണ്. നിലവിൽ ഇപ്പോൾ TDPയും BJPയും തമ്മിൽ സഖ്യത്തിലായിരിക്കുന്നു. YSRCPയും ഏറെക്കുറെ അവർക്കൊപ്പം തന്നെയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ പോൾ പൊസിഷൻ എങ്ങനെയാകും എന്നുള്ളതാണ് അറിയേണ്ടത്. സഹോദരി YS ശർമിളയും അമ്മ വിജയലക്ഷ്മിയും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ജഗന്റെ മുന്നിലുള്ളത്. ചന്ദ്രബാബു നായിഡു എന്ന സ്ഥിരം എതിരാളി പതിവ് പോരാട്ടവുമായി എത്തുന്നുണ്ട്. കൂടാതെ ഭാഗ്യപരീക്ഷണത്തിനായി BJPയുമുണ്ട്. വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറി ജഗൻ 5 വർഷം മുഖ്യമന്ത്രി കസേരയിലിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങെങ്ങുമില്ലാതെ നിന്ന് സുരക്ഷിതമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജഗൻ. ഏറ്റവും സേഫായിട്ടുള്ള ഒരു പ്ലെയറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ ജഗൻമോഹൻ റെഡ്ഡി. ഇത്തവണയും അധികാരത്തിന്റെ ഊടുവഴികളിലൂടെ ശരവേഗത്തിൽ പിന്നിടാൻ കഴിയുമോ ജഗന്? അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിശകലനവുമായി നമുക്കൊപ്പം എത്തുന്നു R ശ്രീജിത്തും S രഞ്ജിത്തും. ആദ്യം R ശ്രീജിത്തിലേക്ക് പോകാം. R ശ്രീജിത്ത്, YSRCP ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നൊരു വലിയ വിജയം, അതിനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ടോ? ജഗൻ വളരെ സേഫായി കളിക്കാൻ മിടുക്കനാണ്. കോൺഗ്രസിലേക്ക് അമ്മയും സഹോദരിയും പോയത് ജഗനെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. NDA കണ്ണുവെക്കുന്നത് അതിൽ തന്നെയാണ്. അപ്പോൾ YSRCPയുടെ ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ത്യ മുന്നണിക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിയുമോ ആന്ധ്രാപ്രദേശിൽ? സുജയ, YSRCPക്ക് ശക്തമായൊരു വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിനും TDP BJP സഖ്യത്തിനും കഴിയും എന്നതുകൊണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം അവിടെ ഈ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ അവിടെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സഹായത്തോടെ നടക്കുന്നുണ്ട്. TDPയുടെ പഴയ നേതാവാണ് ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അപ്പോൾ ആ നിലയ്ക്കുള്ള ഇടപെടലും അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ YSRCPക്കെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തി ഈ അമ്മയും മകളും ഒക്കെ അടക്കം, ജഗന്റെ അമ്മയും സഹോദരിയും അടക്കം എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ നേട്ടം ഒരുപക്ഷെ വോട്ടുകൾ വിഘടിച്ചു പോയി നേട്ടം കൊയ്യാൻ സാധ്യത TDP BJP സഖ്യത്തിനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. കാരണം ജഗൻമോഹൻ റെഡ്ഡിക്കും ഒപ്പം തന്നെ മറ്റ് ഇന്ത്യ സഖ്യത്തിനും വോട്ട് ചിതറിപ്പോവുകയും ഈ TDP BJP സഖ്യം വോട്ടുകൾ കൂടുതൽ സമാഹരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന ആശങ്കയുമുണ്ട്. എന്തായാലും ഈ സർവേ വരുന്ന ഫലങ്ങളെ പോലെയല്ല, കോൺഗ്രസിന് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താൻ അവിടെ വോട്ട് ശതമാനം അടക്കം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. കാരണം ഈ YSRന്റെ മകൾക്ക് അവിടെ വലിയ തോതിൽ ഉള്ള ശർമിളയ്ക്ക് വലിയ തോതിൽ ഒരു ആളുകൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അത് ശക്തമായി കഴിഞ്ഞാൽ മെയ് 13 നടക്കുന്ന ഈ വോട്ടെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. CPMയ്ക്കും CPMനും പഴയ അഭിയുക്ത ആന്ധ്രയിൽ അവിടെവിടങ്ങളായി സ്വാധീന മേഖലകളുണ്ട്. ആ സ്വാധീന മേഖലകളിലാണ് അവരുടെ മത്സരങ്ങളുള്ളത്. എന്നാലും പൊതുവിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് CPM-CPI അവിടെ മത്സരിക്കുന്നത്. ഓക്കെ, നമുക്ക് S രഞ്ജിത്തിലേക്ക് കൂടി പോകാം. S രഞ്ജിത്ത്, ഇപ്പോൾ R ശ്രീജിത്ത് പറഞ്ഞു നിർത്തിയെടുത്തത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ 400 സീറ്റിൽ വിജയം നേടുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് NDAക്ക് എത്തണമെങ്കിൽ ആന്ധ്രാപ്രദേശിലെ 25 കൂടെ പോരണം. എന്നാൽ മാത്രമേ ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോലും എത്താൻ കഴിയൂ എന്ന സാഹചര്യമാണ്. നോക്കൂ, 2014 കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്ന് TDPയുമായുള്ള സഖ്യത്തിൽ 4 നിയമസഭാ സീറ്റ്, 2 ലോക്സഭാ സീറ്റ്. അതിനുശേഷം അവിടെ വളർച്ച നേടാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊന്ന് ഇവർ വേർപിരിഞ്ഞല്ലോ. അതിനുശേഷം വീണ്ടും കൂട്ടിയിണക്കിയ ഒരു മുന്നണിയാണ് ഇപ്പോൾ മത്സര രംഗത്തേക്ക് വരുന്നത്. ജനസേനയുമായിട്ടുള്ള പവന്റെ ജനസേനയുമായിട്ടുള്ള സഖ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എത്രത്തോളം എളുപ്പമായിരിക്കും NDAക്ക് ആന്ധ്രയിലെ കാര്യങ്ങൾ? രഞ്ജിത്ത്, നിലവിൽ ആന്ധ്രയിലെ നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് NDAക്ക് കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമാകില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നു. പക്ഷേ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA. കാരണം ദക്ഷിണേന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തു കൂടി ശക്തമായ സാന്നിധ്യമായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് BJPയുടെയും NDAയുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ BJP ആന്ധ്രാപ്രദേശ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ജഗൻമോഹൻ റെഡ്ഡി ഒപ്പമുണ്ടാകും എന്ന് BJP നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകളും ഒക്കെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയെങ്കിലും ഈ NDA സഖ്യത്തിന്റെ ഭാഗമാകാൻ ജഗൻമോഹൻ റെഡ്ഡി തയ്യാറായില്ല. അതിനുശേഷമാണ് ഈ ചന്ദ്രബാബു നായിഡുവിലേക്ക് BJP നേതൃത്വം എത്തുന്നത്. 2014 NDA സഖ്യത്തിൽ ഉണ്ടായിരുന്നതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP. എന്നാൽ പിന്നീട് അതിനുശേഷം വേർപിരിഞ്ഞു. അതിനുശേഷമാണ് BJP ഒരു നിലനിൽപ്പിൻ്റെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് എന്ന നിലയിലാണ് ഈ ചന്ദ്രബാബു നായിഡുവുമായി കൂട്ടുകൂടുന്നത്. അതേസമയം ഈ TDPയുമായുള്ള സഖ്യത്തിന് ആന്ധ്രാപ്രദേശിലെ സംസ്ഥാന ഘടകത്തിൽ വലിയ തോതിലുള്ള എതിർപ്പുണ്ടായിരുന്നു. കാരണം അഴിമതി കേസിലൊക്കെ ഈ ചന്ദ്രബാബു നായിഡു പ്രതിയാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ TDP
പിയുമായുള്ള ഒരു സഖ്യം BJP-ക്ക് അവിടെ ഗുണം ചെയ്യില്ല Okay. എന്നൊരു വിലയിരുത്തലാണ് BJP സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഈ സഖ്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഏതായാലും ദക്ഷിണേന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് കൂടി ശക്തമായ സാന്നിധ്യമായി മാറാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ NDA നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ TDP-ക്കൊപ്പം ഈ ജനസേവാ പാർട്ടിയും ഒപ്പം ചേർന്നാണ് അവിടെ NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓക്കെ, താങ്ക് യു. എസ് രഞ്ജിത്തും ശ്രീജിത്തുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.